കുവൈറ്റിൽ ഒരു ഇന്ത്യൻ സ്വദേശി ഉൾപ്പെടെ 5 പേർ കൂടി മരിച്ചു. മംഗലാപുരം സ്വദേശി ഫയാസ് ഷെയ്ഖാണ് കൊറോണ ചികിത്സയിലിരിക്കെ മരിച്ചത്. ഇതോടെ രാജ്യത്തെ ആകെ കൊറോണ മരണസംഖ്യ 794 പുതുതായി 763 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം 662 പേർ ഇന്ന് രോഗമുക്തി നേടി. കഴിഞ്ഞ 3 മാസക്കാലമായി അദാൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഫയാസ് ഷെയ്ഖ്. 49 വയസ്സായിരുന്നു. മംഗലാപുരം സ്വദേശിയായ ഫയാസ് കുവൈറ്റിലെ ബദറൽ മുള്ള കമ്പനിയിലെ സർവീസ് എഞ്ചിനീയർ ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യ തരനും ഫയാസും 3 കുട്ടികളും കുവൈറ്റിലുണ്ട്. കൊറോണ ചികിത്സയിലായിരുന്ന 5 പേർ കൂടി മരിച്ചതോടെ ആകെ കൊറോണ മരണസംഖ്യ 794 കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 6892 പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കിയതിൽ 763 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്തെ ആകെ കൊറോണ ബാധിതരുടെ എണ്ണം 1,28,843 പേരിലെത്തി. 662 പേർ കൂടി രോഗം ഭേദമായി ആശുപത്രി വിട്ടതോടെ 1,19,742 പേരാണ് രാജ്യത്താകെ രോഗമുക്തർ. നിലവിൽ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുള്ള 8,307 പേരിൽ 114 പേർ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. രാജ്യത്താകെ 9,40,518 പേരിൽ വൈറസ് പരിശോധന നടത്തിയതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ജനം, കുവൈറ്റ്. യുഎയിൽ 1,161 പേർക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 2 മരണം റിപ്പോർട്ട് ചെയ്തപ്പോൾ 1,493 പേർ രോഗമുക്തി നേടി. 1,16,083 സാമ്പിളുകളാണ് 24 മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് പരിശോധിച്ചത്. അതേസമയം രോഗം ഭേദമായവർക്കും വാക്സിൻ പരീക്ഷണത്തിൽ പങ്കെടുക്കുന്നവർക്കും വീണ്ടും വൈറസ് ബാധയുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. അതിനിടെ അബുദാബിയിൽ സ്വകാര്യ സ്കൂളുകൾ ജനുവരി മുതൽ പഴയ രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. വായനയുടെ വിശാലമായ ലോകം വായനക്കാർക്ക് സമ്മാനിച്ച് ഷാർജ രാജ്യാന്തര പുസ്തകമേളയ്ക്ക് എക്സ്പോ സെന്ററിൽ തിരിതെളിഞ്ഞു. കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകളില്ലാതെയായിരുന്നു തുടക്കം. കർശനമായ കൊറോണ സുരക്ഷാ മാനദണ്ഡങ്ങളോടെ ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമേളകളിൽ ഒന്നായ ഷാർജ രാജ്യാന്തര പുസ്തകമേളയ്ക്ക് തിരിതെളിഞ്ഞിരിക്കുകയാണ്. പുസ്തകമേളയിലേക്ക് ഉദ്ഘാടന ദിവസമായ ബുധനാഴ്ച രാവിലെ തന്നെ പുസ്തക പ്രേമികൾ എത്തിത്തുടങ്ങിയിരുന്നു. ഇന്ത്യ ഉൾപ്പെടെ 19 രാജ്യങ്ങളിൽ നിന്ന് 1024 പ്രസാധകർ ഈ പ്രാവശ്യം പങ്കെടുക്കുന്നുണ്ട്. ഷാർജ ഇന്ത്യൻ അസോസിയേഷനും സ്റ്റാൾ ഒരുക്കിയിട്ടുണ്ട്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമേ 3 മണിക്കൂർ വീതം നിത്യേന 4 ഘട്ടങ്ങളിൽ പ്രവേശനം അനുവദിക്കുന്നുള്ളൂ. പുസ്തകമേള സന്ദർശിക്കുന്നവരെല്ലാം registration.sibf.com എന്ന വെബ്സൈറ്റിലൂടെ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം. രാവിലെ 9 മുതൽ രാത്രി 10 വരെയാണ് പ്രവേശനം. വെള്ളിയാഴ്ചകളിൽ വൈകിട്ട് 4 മുതൽ രാത്രി 11 വരെയും. മേളയിലെ സാഹിത്യ സാംസ്കാരിക പരിപാടികൾ ലോകത്തിന്റെ ഏത് കോണിലിരുന്നും ഓൺലൈനിലൂടെ കാണാം. ഇതിന് ഷാർജ റീഡേഴ്സ്.com എന്ന വെബ്സൈറ്റാണ് സന്ദർശിക്കേണ്ടത്. പ്രസാധകർ, പ്രൊഫഷണലുകൾ, സന്ദർശകർ എന്നിവർക്ക് സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കുന്നുണ്ടെന്ന് ഷാർജ ബുക്ക് അതോറിറ്റി എക്സ്റ്റേണൽ അഫയേഴ്സ് എക്സിക്യൂട്ടീവ് മോഹൻകുമാർ അറിയിച്ചു. പിന്നെ എവറി 5 hours ഇവിടെ സാനിറ്റൈസേഷൻ നടക്കുന്നത്. ഹോൾ ഏരിയ വിൽ ഗെറ്റ് സാനിറ്റൈസ്ഡ്. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ എൻട്രൻസ് ടെമ്പറേച്ചർ തെർമൽ കൺട്രോൾ ഉണ്ട്. പിന്നെ എക്സിറ്റും എൻട്രിനും നിങ്ങൾക്ക് കാണാം. ഇവിടെ ഓരോ ഹോളിൻ്റെ മുമ്പിൽ ഒരു വലിയ സ്ക്രീൻ കാണാം. അവിടെ എത്ര പേര് അതിൻ്റെ അകത്ത് പോകുന്നു, എത്ര പേര് പുറത്തേക്ക് പോകുന്നു. അതൊരു 5,000 ടോട്ടൽ എൻട്രിയിലും അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഹോളിൽ 1,000 ആൾക്കാർ വരുമ്പോഴത്തേക്ക് അത് അവിടെ ബ്ലോക്ക് ആകണം. പിന്നെ അവിടെയുള്ള സെക്യൂരിറ്റി അവിടെ സ്റ്റോപ്പ് ചെയ്യണം ആൾക്കാരെ. മേള അരങ്ങേറുന്ന 11 ദിവസവും UAE ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന മുൻകരുതലുകൾ നടപ്പിലാക്കും. ഷാർജ എക്സ്പോ സെന്ററിൽ നിന്നും ഷിൻ സെബാസ്റ്റ്യൻ, ജനം. കലാകുവൈറ്റും മാതൃഭാഷാ സമിതിയും സംയുക്തമായി കേരളപ്പിറവി ദിന ആഘോഷം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ജ്യോതിഷ് ചെറിയാൻ അധ്യക്ഷനായ പരിപാടി എഴുത്തുകാരൻ അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു. മുതിർന്നംഗം സാം പൈനമോട്, പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ N. അജിത് കുമാർ, മലയാളം മിഷൻ കുവൈറ്റ് കോർഡിനേറ്റർ J. സജി, വനിതാവേദി പ്രസിഡന്റ് ഷെറിൻ ഷാജു, ബാലവേദി സെക്രട്ടറി സെൻസ അനിൽ കുക്കിരി എന്നിവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി ആസഫ് അലി സ്വാഗതവും മാതൃഭാഷാ കൺവീനർ വിനോദ് കെ ജോൺ നന്ദിയും പറഞ്ഞു. സൗദിയിൽ ഭൂമി മലയാളം സാംസ്കാരിക സംഗമവും ഭാഷാ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. വെർച്വൽ പ്ലാറ്റ്ഫോമിൽ നടന്ന സംഗമം എഴുത്തുകാരനും സാമൂഹിക നിരീക്ഷകനുമായ MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മലയാളം മിഷൻ ആഗോളതലത്തിൽ നടത്തുന്ന ഭൂമി മലയാളം ഭാഷാ സാംസ്കാരിക പരിപാടിയുടെ ഭാഗമായി സൗദി ചാപ്റ്റർ കമ്മിറ്റി സാംസ്കാരിക സംഗമവും ഭാഷാ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. വെർച്വൽ പ്ലാറ്റ്ഫോമിൽ നടന്ന സംഗമം എഴുത്തുകാരനും സാമൂഹിക നിരീക്ഷകനുമായ MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു.
അറേബ്യൻ സംഗീതത്തിന്റെയും ദ്രാവിഡ സംഗീതത്തിന്റെയും മിശ്രിതമായ മാപ്പിളപ്പാട്ടും സമ്പന്നമായ എഴുത്തുഭാഷയായ അറബി മലയാളത്തിൽ 1607 എഴുതപ്പെട്ട മുഹിയുദ്ദീൻ മാലയടക്കമുള്ള മാപ്പിള സാഹിത്യകൃതികളും മലയാളത്തിലെ ശക്തമായ അറേബ്യൻ സ്വാധീനം അടയാളപ്പെടുത്തുന്നവയാണെന്ന് എം.എൻ. കാരശ്ശേരി അഭിപ്രായപ്പെട്ടു. പ്രശസ്ത നോവലിസ്റ്റ് കെ പി രാമനുണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. മലയാളം മിഷൻ ഡയറക്ടറും എഴുത്തുകാരിയുമായ പ്രൊഫസർ സുജ സൂസൻ ജോർജ് മാതൃഭാഷാ സന്ദേശം നൽകി. സാംസ്കാരിക സംഗമത്തിൽ മലയാളം മിഷൻ സൗദി ചാപ്റ്റർ പ്രസിഡന്റ് എം.എം. നയീം അധ്യക്ഷത വഹിച്ചു. വിദഗ്ധ സമിതി ചെയർമാൻ ഡോക്ടർ മുബാറക് സാനി മാതൃഭാഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. താഹ കൊല്ലേത്ത്, KPM സാദിഖ്, ഭവനൻ മൂലിക്കൽ, നന്ദിനി മോഹൻ, നൌഷാദ് കോർമത്ത്, ഷിബു തിരുവനന്തപുരം, മാത്യു തോമസ് നെല്ലുവേലിൽ തുടങ്ങിയവരും മറ്റ് സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും സംഗമത്തിൽ സന്നിഹിതരായിരുന്നു. കനകലാൽ, ജനം, റിയാദ്. പ്രവാസികൾക്ക് പ്രതീക്ഷ നൽകി തൊഴിൽ പരിഷ്കരണ പദ്ധതി ആവിഷ്കരിച്ച് സൗദി അറേബ്യ. നാട്ടിലേക്ക് മടങ്ങാനോ മറ്റൊരു ജോലി കണ്ടെത്താനോ തൊഴിലുടമയുടെ അനുമതി ആവശ്യമില്ല. പ്രവാസി തൊഴിലാളികൾക്ക് പ്രതീക്ഷ നൽകി തൊഴിൽ പരിഷ്കരണ പദ്ധതി ആവിഷ്കരിച്ച് സൗദി അറേബ്യ. എക്സിറ്റ് റീ എൻട്രി വിസ ചട്ടങ്ങൾ പരിഷ്കരിക്കുന്നതോടെ ഒരു അഭ്യർത്ഥന സമർപ്പിച്ചതിന് ശേഷം തൊഴിലുടമയുടെ അനുമതിയില്ലാതെ തന്നെ പ്രവാസി തൊഴിലാളികൾക്ക് സൗദി അറേബ്യയ്ക്ക് പുറത്തേക്ക് യാത്ര ചെയ്യാൻ കഴിയുമെന്നതാണ് ആകർഷകമായ മാറ്റം. ഇത്തരത്തിൽ സൗദിക്ക് പുറത്തേക്ക് യാത്ര ചെയ്യുന്ന വിവരം തൊഴിലുടമയ്ക്ക് ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ അറിയിപ്പ് ലഭിക്കും. തൊഴിൽ കരാർ അവസാനിച്ചു കഴിഞ്ഞാൽ തൊഴിലുടമയുടെ അനുമതി ഇല്ലാതെ തന്നെ രാജ്യം വിട്ടുപോകാനും മറ്റൊരു സ്ഥാപനത്തിൽ ജോലി കണ്ടെത്തി മാറാനും പുതിയ പദ്ധതി പ്രവാസി തൊഴിലാളിക്ക് സ്വാതന്ത്ര്യം നൽകുന്നു എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത. തൊഴിൽ കരാർ ലംഘിക്കുന്നതുമായി ബന്ധപ്പെട്ട സാമ്പത്തികമോ അല്ലാതെയോ തൊഴിലാളികളുമായി ഉണ്ടാകുന്ന എല്ലാ അനന്തരഫലങ്ങളും ഇലക്ട്രോണിക് സംവിധാനം വഴി തൊഴിലുടമയെ അറിയിക്കും. ഈ 3 സേവനങ്ങളും MHRSDയുടെ സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനായ അബ്ഷർ, കിവ പോർട്ടൽ എന്നിവ വഴി ലഭ്യമാണ്. പുതിയ പരിഷ്കാരങ്ങൾ അടുത്ത വർഷം മാർച്ച് 14 മുതൽ പ്രാബല്യത്തിൽ വരും. ദേശീയ പരിവർത്തന പരിപാടിയുടെ ഭാഗമായി സൗദി അറേബ്യയിലെ തൊഴിൽ അന്തരീക്ഷത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് തൊഴിൽ നിയമ പരിഷ്കരണം നടപ്പാക്കുന്നത്. ഈ സംരംഭം തൊഴിൽ മൊബിലിറ്റി അനുവദിക്കുകയും എക്സിറ്റ് റീ എൻട്രി വിസ പ്രശ്നങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. സ്വകാര്യ മേഖലയിലെ എല്ലാ പ്രവാസി തൊഴിലാളികൾക്കും ഇത് ബാധകമാണ്. തൊഴിലുടമകളും ജീവനക്കാരും തമ്മിലുള്ള കേസുകളുടെ എണ്ണം കുറയ്ക്കാനും പുതിയ പദ്ധതി സഹായകരമാകും. കനകലാൽ, ജനം, റിയാദ്. പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് സ്ഥിര താമസത്തിന് പോകുന്ന മലയാളി മീഡിയ ഫോറം കുവൈറ്റ് സ്ഥാപകാംഗം അബ്ദുൽ ഫത്താഹ് തയ്യലിന് കുവൈറ്റ് മലയാളി മീഡിയ ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ഖുറൈൻ ഹരീജ് അൽ സ്വാലിഹ് റെസ്റ്റോറൻറ്റിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ചേർന്ന യോഗത്തിൽ മലയാളി മീഡിയ ഫോറം ജനറൽ കൺവീനർ സജീവ് കെ പീറ്റർ അധ്യക്ഷത വഹിച്ചു. കൺവീനർമാരായ നെക്സൺ ജോർജ് സ്വാഗതവും ജലീൽ ത്രിപുരയാർ നന്ദിയും പറഞ്ഞു. UAE ദേശീയ ദിനത്തിൻ്റെയും സ്മരണ ദിനത്തിൻ്റെയും ഭാഗമായി UAE പ്രവാസി ഭാരതീയരുടെ കൂട്ടായ്മയായ FOI ഇവൻറ്റ്സ് CSR ആക്ടിവിറ്റി മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ദുബായ് കോൺസുലേറ്റുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. UAEയുടെ 49ാമത് ദേശീയ ദിനത്തോടും സ്മരണ ദിനത്തോടും അനുബന്ധിച്ച് UAEയിലെ പ്രവാസി ഭാരതീയരുടെ കൂട്ടായ്മയായ FOI ഇവൻറ്റ്സ് CSR ആക്ടിവിറ്റി മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ദുബായ് കോൺസുലേറ്റുമായി സഹകരിച്ചാണ് ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത്. BA ഡോണർ BA ഹീറോ UAE നാഷണൽ ഡേ ആൻഡ് മാൾട്ടീസ് ഡേയുടെ ഭാഗമായി FOI ഇവന്റ് LLCയും ഇന്ത്യൻ കൗൺസിലേറ്റ് ദുബായും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഗാ ബ്ലഡ് ഡൊണേഷൻ ഈവന്റ് ഈ വരുന്ന വെള്ളിയാഴ്ച 6 നവംബർ ലത്തീഫ ഹോസ്പിറ്റൽ വെച്ച് നടക്കുന്നു. നവംബർ 6 രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ദുബായ് ലത്തീഫ ഹോസ്പിറ്റലിലാണ് പരിപാടി. സ്ത്രീകളും തൊഴിലാളികളും അടക്കം സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ ക്യാമ്പിന്റെ ഭാഗമാകും. ഓരോ വർഷത്തിലും നിരവധി തവണ FOI CSR ആക്ടിവിറ്റി രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ട്. ജനം TVയാണ് ഔദ്യോഗിക മാധ്യമ പങ്കാളി. രക്തദാനം നിർവഹിക്കാൻ താല്പര്യമുള്ളവർ FOI.blooddonors.ml/registration എന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യണം. അല്ലെങ്കിൽ megabloodDonation@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ 0563873299 0505151926 0569464890 എന്ന നമ്പറുകളിലോ വിവരങ്ങൾ കൈമാറേണ്ടതാണ്.
ജനം ദുബായ്. CBI അന്വേഷണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ സംസ്ഥാന സർക്കാർ കേസുകൾ ഏറ്റെടുക്കുന്നതിനുള്ള പൊതുസമ്മതപത്രം പിൻവലിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പുതിയ കേസുകൾ ഏറ്റെടുക്കുന്നതിന് CBI ഇതോടെ സർക്കാരിന്റെ അനുമതി തേടേണ്ടി വരും. ലൈഫ് പദ്ധതിയിലെ അന്വേഷണം സർക്കാരിന് തിരിച്ചടിയായ സാഹചര്യത്തിലാണ് തീരുമാനം. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിനെത്തിയ കേന്ദ്ര ഏജൻസികളെ സ്വാഗതം ചെയ്യുന്ന നിലപാടായിരുന്നു തുടക്കത്തിൽ മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രി തന്നെ ആരോപണ വിധേയനായ വടക്കാഞ്ചേരി ലൈഫ് പദ്ധതിയിലെ അന്വേഷണം CBI ഏറ്റെടുത്തതോടെയാണ് ഈ നിലപാടിന് മാറ്റമുണ്ടായി തുടങ്ങിയത്. മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം എത്തുമെന്നായതോടെ CBIക്കെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. തുടർന്നാണ് കേസുകൾ CBI നേരിട്ട് ഏറ്റെടുക്കുന്നതും തടഞ്ഞിരിക്കുന്നത്. കേസുകൾ ഏറ്റെടുക്കുന്നതിനുള്ള പൊതു സമ്മതപത്രം പിൻവലിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പുതിയ കേസുകൾ ഏറ്റെടുക്കുന്നതിന് CBI ഇതോടെ സർക്കാരിന്റെ അനുമതി തേടേണ്ടി വരും. CPMന്റെ ആവശ്യമാണ് സർക്കാർ അംഗീകരിച്ചിരിക്കുന്നത്. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പദ്ധതികളിൽ നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന് ED വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ CBIക്ക് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവും തടയാനാകുമോ എന്ന് സർക്കാർ പരിശോധിക്കുന്നുണ്ട്. ജനം, തിരുവനന്തപുരം. ബാർക്കോഴയിലെ പുതിയ വെളിപ്പെടുത്തലിൽ കേസെടുക്കാൻ വിജിലൻസ് സർക്കാരിന്റെ അനുമതി തേടി. ബിജു രമേശിന്റെ ആരോപണത്തിൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ അന്വേഷണത്തിനാണ് അനുമതി തേടിയത്. പ്രാഥമിക അന്വേഷണം വേണ്ടിവരുമെന്ന് വിജിലൻസ് വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മന്ത്രിമാരായ VS ശിവകുമാർ, K ബാബു എന്നിവർക്കെതിരെയാണ് അന്വേഷണം. രമേശ് ചെന്നിത്തലയ്ക്കെതിരായ ബാർക്കോഴ ആരോപണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. ആരോപണം സംബന്ധിച്ച് നിലപാട് അറിയിക്കണമെന്ന കോടതി ഹർജി 18-ന് വീണ്ടും പരിഗണിക്കും. ബാർ ഉടമ ബിജു രമേശിൽ നിന്ന് കോഴ കൈപ്പറ്റിയെന്ന വെളിപ്പെടുത്തലിൽ രമേശ് ചെന്നിത്തല, VS ശിവകുമാർ, K ബാബു എന്നിവർക്കെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിലാണ് ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടിയത്. ബാർക്കോഴ ഇടപാട് സമയത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല 1 കോടി രൂപയും, എക്സൈസ് മന്ത്രി K ബാബു 50 ലക്ഷവും, ആരോഗ്യമന്ത്രി VS ശിവകുമാർ 25 ലക്ഷവും കൈപ്പറ്റിയെന്നും കോഴ ഇടപാട് ഒത്തുതീർപ്പാക്കാൻ ജോസ് കെ മാണി 10 കോടി രൂപ വാഗ്ദാനം ചെയ്തെന്നുമായിരുന്നു ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ. മുൻമന്ത്രിമാർ കോഴ കൈപ്പറ്റിയതിനെ കുറിച്ച് ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നും ഹർജിക്കാരനായ PL ജേക്കബ് ആവശ്യപ്പെടുന്നുണ്ട്. അതുമല്ലെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്നാണ് മറ്റൊരാവശ്യം. ഹർജിയിൽ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ട ഹൈക്കോടതി കേസ് ഈ മാസം 18-ന് പരിഗണിക്കാനായി മാറ്റി. ജനം, കൊച്ചി. വളയാർ കേസിലെ പ്രതി തൂങ്ങി മരിച്ച നിലയിൽ ചേർത്തല വയലാർ പഞ്ചായത്ത് 5-ാം വാർഡിൽ കടപ്പള്ളിയിൽ പ്രദീപിനെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. മരിച്ചത് ഭാര്യയെ അറിയിച്ച ശേഷം. ഉച്ചയ്ക്ക് 1 മണിയോടെ വീട്ടിലെ മുറിക്കുള്ളിലാണ് തൂങ്ങി മരിച്ചത്. 36 വയസ്സായിരുന്നു. മാതാവ് ഗീതയോടൊപ്പം സഹകരണ ബാങ്കിൽ പോയി മടങ്ങി വന്ന ശേഷം മുറിയിൽ കയറി തൂങ്ങി മരിക്കുകയായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് വാളയാറിലുള്ള ഭാര്യ കല്യാണിയെ വിളിച്ച് പറഞ്ഞിരുന്നു എന്നാണ് സൂചന. ഭാര്യ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് വീട്ടുകാർ മുറി തുറന്നപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമെന്ന് സൂചനയുണ്ട്. വാളയാർ കേസിലെ 3-ാം പ്രതിയായ പ്രദീപിനെ കോടതി വെറുതെ വിട്ടിരുന്നു. വാളയാറിൽ മരണപ്പെട്ട പെൺകുട്ടികളുടെ വീടിന് സമീപത്താണ് പ്രദീപും ഭാര്യ കല്യാണിയും താമസിച്ചിരുന്നത്. കേസിൽ പ്രതി ചേർക്കപ്പെട്ടെങ്കിലും കോടതി വെറുതെ വിട്ടിരുന്നു. ഇതിനുശേഷമാണ് പ്രദീപ് വയലാറിലെ വീട്ടിലേക്ക് വന്നത്. കേസ് പുനരന്വേഷണത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് പ്രദീപ് ജീവൻ ഒടുക്കിയത്. മൃതദേഹം ചേർത്തല താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ. ജനം, ആലപ്പുഴ. 2016 മുതൽ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ജോലിയിൽ പ്രവേശിച്ച എല്ലാവർക്കും നിയമന അംഗീകാരം നൽകാൻ സർക്കാർ തീരുമാനിച്ചു. വിവിധ ക്രൈസ്തവ വിദ്യാഭ്യാസ മാനേജ്മെന്റ് പ്രതിനിധികൾ സർക്കാരുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണ. സംരക്ഷിത അധ്യാപകരെ സംരക്ഷിക്കാനെന്ന പേരിൽ സർക്കാർ KER ഭേദഗതി ചെയ്തതിലൂടെ ഉണ്ടായ പ്രതിസന്ധിക്കാണ് പരിഹാരമാകുന്നത്. വിരമിക്കൽ, രാജി, പ്രൊമോഷൻ തുടങ്ങിയ പ്രതീക്ഷിത ഒഴിവുകളിൽ ജോലിയിൽ പ്രവേശിക്കുകയും നിയമന അംഗീകാരം ലഭിക്കാതിരിക്കുകയും ചെയ്തവർക്ക് ആശ്വാസമാണ് സർക്കാർ തീരുമാനം. 2016 മുതലുള്ള എല്ലാ നിയമനങ്ങൾക്കും സർക്കാർ അംഗീകാരം നൽകും. ഒഴിവ് വരുന്ന ആദ്യ സെറ്റ് സർക്കാരിനും പിന്നീടുള്ളത് മാനേജ്മെന്റിനുമെന്ന സർക്കാർ തീരുമാനം നിലവിലെ സുപ്രീം കോടതിയിലെ കേസിന്റെ വിധിക്കനുസരിച്ച് തീരുമാനിക്കും. 1979 ശേഷമുള്ള പുതിയ സ്കൂളുകളിൽ അടുത്ത അധ്യയന വർഷം മുതൽ ഉണ്ടാകുന്ന തസ്തികകളിൽ ഒന്ന് മാനേജ്മെന്റുകൾ സർക്കാരിന് വിട്ടു നൽകും. സംരക്ഷിത അധ്യാപകരെ നിയമിക്കാനാണിത്. നിലവിൽ എത്ര സംരക്ഷിത അധ്യാപകർ ഉണ്ടോ അത്രയും സീറ്റുകളായിരിക്കും മാനേജ്മെന്റുകൾ വിട്ടു നൽകുക. ഇത്രയും കാര്യങ്ങളിലാണ് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും തീരുമാനമായത്.
സർക്കാരിനെ പ്രതിനിധീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രിയും ധനകാര്യമന്ത്രിയും യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിലെ ധാരണ സർക്കാർ തീരുമാനമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പ് പുറത്തിറങ്ങും. ജനം, തൃശൂർ. കേന്ദ്ര സർക്കാരിന്റെ പ്രസാദ് നഗരം പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഗുരുവായൂർ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ക്ഷേത്രങ്ങൾക്കും ക്ഷേത്ര നഗരങ്ങൾക്കും കേന്ദ്ര സർക്കാർ നൽകുന്ന പരിഗണനയ്ക്ക് ഉദാഹരണമാണ് പദ്ധതി. പൂർണ്ണമായും കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ് ടൂറിസ്റ്റുകൾക്ക് അത്യാധുനിക സൗകര്യങ്ങളോടെ ഫെസിലിറ്റേഷൻ സെന്റർ നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്ര നഗരങ്ങളുടെ വികസനത്തിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രസാദ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 കോടിയോളം രൂപയാണ് ഇതിനായി അനുവദിച്ചത്. സെന്ററിന്റെ ഉദ്ഘാടനം കേന്ദ്ര ടൂറിസം മന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേൽ നിർവഹിച്ചു. ഗുരുവായൂരിലേതടക്കമുള്ള മറ്റു പദ്ധതികൾ ഉടൻ പൂർത്തിയാക്കി ജനങ്ങൾക്ക് സമർപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരുമായി സഹകരണ മനോഭാവത്തോടെ പ്രവർത്തിച്ചാൽ കേരളത്തിന്റെ വികസനത്തിന് നേട്ടമാകുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് വ്യക്തമാക്കി. ഗുരുവായൂർ ക്ഷേത്രത്തെയും ക്ഷേത്ര നഗരങ്ങളും കേന്ദ്ര ഗവൺമെന്റ് കാണിച്ച, നരേന്ദ്രമോദി സർക്കാർ കാണിച്ച ഈ അനുഭാവപൂർണമായിട്ടുള്ള സമീപനം അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. സർക്കാരുമായി ഏറ്റുമുട്ടലിന് പകരം ഒരു സമവായത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിച്ചാൽ ഗുരുവായൂർ ക്ഷേത്രത്തിന്, ക്ഷേത്ര നഗരിക്കും ഇനിയും ഒരുപാട് മുമ്പോട്ട് പോകാൻ സാധിക്കും. ടൂറിസ്റ്റുകൾക്കുള്ള താമസ സൗകര്യം, ഭക്ഷണശാലകൾ, വായനശാലകൾ, കലാപ്രദർശനത്തിനായുള്ള ഹാളുകൾ എന്നിവയടങ്ങുന്നതാണ് സെന്റർ. ഗുരുവായൂരിൽ കേന്ദ്ര സർക്കാരിന്റെ അമൃത് നഗരം പദ്ധതി പ്രകാരമുള്ള നിർമ്മാണങ്ങളും പുരോഗമിക്കുകയാണ്. ജനം, തൃശൂർ. പ്രവാസി നിരമയുടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.